അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹാജിമാർക്ക് വലിയ മഹത്വമുണ്ട്. അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. കാരണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താണെന്നറിയുമോ? കേട്ടോളിൻ. قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫദുല്ലാഹ് ഇൻ ദഅവഹു അജാബഹും വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതൊരുവനാണോ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ അതിഥികളാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിലേ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇൻ ദഅവഹു അജാബഹും, അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണേ. അവർ ദുആ ചെയ്താലുണ്ടല്ലോ, അജാബഹും, അല്ലാഹു അവർക്ക് മറുപടി നൽകുന്നതാണ്, അവർക്ക് ഉത്തരം നൽകുന്നതാണ്. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. എന്തേ? അവര് ദുആ അവര് ഹജ്ജിനായി ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പാവപ്പെട്ടവൻ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, നിന്റെ ദുആയ്ക്കും ഇജാബത്തുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കേട്ടോ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, സലാസു ദഅവാത്തിൻ മുസ്തജാബ لا شك فيهن دعوة المظلوم ودعوة المسافر ودعوة الوالد على ولده. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 3 വിഭാഗം ആളുകളുടെ ദുആയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാ, അതിൽ യാതൊരു മറയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ്, മർദ്ദിക്കപ്പെട്ടവന്റെ ദുആയാണ്. അവനെങ്ങാനും മനസ്സ് നൊന്തിട്ട് അവനെ മർദ്ദിച്ച ആൾക്ക് വേണ്ടി എങ്ങാനും അവർക്കെതിരായി ദുആ ചെയ്താൽ, ആ ദുആയി കൊണ്ടല്ലോ അല്ലാഹുവിന്റെ അടുക്കലും യാതൊരു മറയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആയ്ക്കും ഇജാബത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കാരന്റെയും അതുപോലെ തന്നെ മർദ്ദിതന്റെയും ദുആയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല. അവർ ഉടൻ ദുആ ചെയ്താൽ ഉടൻ തന്നെ ഉത്തരം കിട്ടുമെന്നാണ്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കൂ, ഈ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ വേണ്ടി എന്താണ് ഇങ്ങനെ യാത്ര തിരിക്കുന്ന ഹാജിമാര്, ഉംറ ചെയ്യാനായിട്ട് പോകുന്ന അള്ളാഹുവിന്റെ അതിഥികൾ, ഇവരൊക്കെ എന്താണ്, ഇവരുടെ ദുആയ്ക്ക് 2 രീതിയിൽ. ഒന്ന്, ഹജ്ജും ഉംറയും ചെയ്യുന്നവരുടെ ദുആയ്ക്ക് എന്താണ് ഇജാബത്തുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു ഈ അനുഗ്രഹം. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ, ഇവർ യാത്രക്കാരാണ്. യാത്രക്കാരൻ
ആയതിന്റെയും പ്രതിഫലം കൊണ്ട് എന്താണ് ഇവർക്ക് എന്ത് ചെയ്യും? ഇവരുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പാവപ്പെട്ടവൻ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ഇതിനു വേണ്ടി കഴിവില്ലാത്ത ആളുകള് ഒരുപക്ഷെ വിഷമമുണ്ടാകും, ഇതിനൊന്നും ഞങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, പാവപ്പെട്ടവന്റെയും ദരിദ്രന്റെയും എന്താണ് പാവപ്പെട്ടവന്റെയും ദരിദ്രന്റെയും ഹജ്ജാണ് ജുമുഅ നിസ്കാരം. ആ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നീ നടന്നും വാഹനത്തിൽ നിന്റെ മസ്ജിദിലേക്ക് പോകുന്നത് എന്താണ്? ഒരു യാത്രയാണ്. അപ്പോൾ നിന്റെ ദുആയിക്കും ഇജാബത്തുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. തീർന്നില്ല, ഹദീസിന്റെ ബാക്കിയും കൂടെ കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന അല്ലാഹുവിന്റെ അതിഥികളായ ഹാജിമാർ പാപം പൊറുക്കലിനെ തേടിയാൽ അവർ ഉണ്ടല്ലോ, പാപ പൊറുക്കലിനെ തേടിയാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അല്ലാഹുവിനോട് അവർ അല്ലാഹുവിനോട് പാപപൊറുക്കൽ തേടിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഗഫറ ലഹും, അവന്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.